എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അവന്റെ ജർമ്മ 66ന്റെ ആ ഒരു സ്യൂട്ട് അത് കയ്യിലെടുത്ത് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മാഞ്ചിയെ മറ്റാരും തിരിച്ചറിയാതിരിക്കാനാണ് ഇപ്പൊ അവൻ വേറെ വഴിയില്ലാതെ ആ ഒരു ടിന്ന് കയ്യിലെടുത്തത്. ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാം പേടിച്ച് പതറി ഓടുകയാണ്. അവരാണെങ്കിൽ സാഞ്ചിയെ നോക്കി വണ്ടറടിക്കും. കാരണം സാഞ്ചിയെ കണ്ടെത്താനും അവനെ തല്ലി കൊല്ലാനുമാണ് ആ ഒരു വില്ലൻ അവിടേക്ക് വന്നത്. സോ സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവന്റെ കൈകളിലേക്ക് തന്നെ ചേർന്നിരിക്കുകയാണ്. അവനെന്താ വട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരെല്ലാവരും ചന്നം പിന്നെ ഓടും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ സാഞ്ചിയുടെ നിപ്പും പാവമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാഞ്ചി വലിയൊരു ഫൈറ്റിനുള്ള പുറപ്പാടാണെന്ന്. അവർ വിചാരിച്ച അവനെ തടയാനോ ഒരു ഫൈറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്ന് അവർക്കിപ്പോ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് വരും. സാഞ്ചി ആണെങ്കിൽ ആ വില്ലനോട് പറയും, ഞങ്ങളുടെയും നീയല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കിങ് ആയിട്ടുള്ള സാക്ഷാൽ കൈഡോ ആണ്. പക്ഷെ നീ എന്നിൽ വെറുപ്പേറ്റി പാവം നിരപരാധികളായ ഒന്നും അറിയാത്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഉപദ്രവിച്ചു. അതിനുള്ളത് നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് ആ ടിൻ അങ്ങനെ അവൻ ഓപ്പൺ ചെയ്യുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഒരു തവണയെങ്കിലും അതിന്റെ പവർ എന്താണെന്ന് അറിയണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ടിൻ അത് ഓപ്പൺ ചെയ്യേണ്ട താമസം അടുത്ത നിമിഷം സാഞ്ചി അങ്ങനെ സ്കൈയിലൂടെ പറന്ന് ആ ഒരു ടിന്നിലൂടെ ലൈറ്റ് എഫക്റ്റ് എല്ലാം വന്ന് മാസായി നല്ലൊരു അങ്ങനെ താനെ അവന്റെ ബോഡിയിലേക്ക് ബിൽഡായി വരികയാണ്. നമ്മുടെ ഫ്രാങ്കി ഉസോപ്പു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കായി എന്നൊക്കെ തിളങ്ങി അങ്ങനെ അത് നോക്കി നിൽക്കുകയാണ്. അവർ കാണാൻ ആഗ്രഹിച്ച ഒരു അടിപൊളി മുഹൂർത്തമാണത്. റഫാർഗർലോയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനായി കഴിയില്ല. കാരണം അത് ജർമ്മ 66ന്റെ കോട്ടാണ്. അതിങ്ങനെ ഈ സാഞ്ചിക്ക് കിട്ടിയും ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇടയിൽ നടന്ന സ്റ്റോറി ഒന്നും നമ്മുടെ ലോയ്ക്ക് അറിയില്ല. റഫാർഗർലോ ആണെങ്കിൽ ഉച്ചത്തിൽ ജർമ്മ 66 എന്ന് വിളിച്ചു പറയും. അത് കേൾക്കേണ്ട താമസം കൺട്രോൾ പോയ സാഞ്ചി, നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, ഒരു കാരണവശാലും എന്നെ അങ്ങനെ വിളിക്കാനായിട്ട് പാടില്ല, എനിക്ക് അത് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന് നേരെ പോവും. ലോനാണെങ്കിൽ അങ്ങനെ പകച്ചു പോയി അത് നോക്കി നിൽക്കും. ആ വില്ലനാണെങ്കിൽ സാഞ്ചിയോട് ചോദിക്കും, ഞങ്ങൾ കരുതിയതുപോലെ നീ വെറും ഒരു ഷെഫല്ല, സത്യം പറയും നീ ആരാ? ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും, നീ ജർമ്മ 66ലെ മെമ്പറാണെന്ന് അവരോട് പറയും. അതിന് സാഞ്ചി അവന്റെ കോട്ടിന്റെ ഒരു ഭാഗം അത് കീറിപ്പറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഇപ്പൊ അവനോട് പറയും, ഞാൻ ഒരു ന്യൂഡിൽസ് മാനാണ്. ഉസോപ്പിനും ഫ്രാങ്കിക്കും ആണെങ്കിൽ ആ ഒരു പേര് കേട്ട് ചത്താ മതിയെന്നാവും. അതേസമയം ആ ദിനോസർ വില്ലൻ അവനങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. സൂം ചെയ്ത് ക്ലോസപ്പിൽ അവന്റെ കാലുകൾ അത് ശ്രദ്ധിക്കും. അത് ആക്ച്വലി ജർമ്മ 66 ക്രിയേറ്റ് ചെയ്ത ഒരു പ്രത്യേകതരം ഗാഡ്ജറ്റ് ഡിവൈസ് ആണ്. അതിന്റെ സഹായത്താലാണ് ഇപ്പൊ അവനെ കൊണ്ട് ഫ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ആ ദിനോസർ വില്ലൻ ആണെങ്കിൽ ഇപ്പൊ അവനെ അടിക്കാൻ തൊട്ടടുത്തെത്തും. അതിന് സാഞ്ചി അവൻ കൈ മടക്കി ആ ദിനോസറിന്റെ മുഖത്ത് തന്നെ ഞെട്ടിക്കും. ആ ഒരു ഇടിയില് അതങ്ങനെ ദൂരേക്ക് തെറിച്ചു പോകും. പക്ഷെ ആ ദിനോസർ വില്ലൻ ആണെങ്കിൽ അപ്പോഴും അടങ്ങാതെ അവൻ അച്ചറം പൊസർ ഇടിക്കാൻ വീണ്ടും അടുത്തേക്ക് എത്തും. സാഞ്ചി ആണെങ്കിൽ അവന്റെ കോട്ട് അങ്ങനെ വിരിച്ചു പിടിച്ച് തിരിഞ്ഞു നിൽക്കും. അവന്റെ പഞ്ച് ആ കോട്ടിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ കോട്ടിൽ നിന്ന് വല്ലാത്തൊരു പവർ അതങ്ങനെ പുറത്തേക്ക് ഇജക്ട് ചെയ്ത് അവന്റെ പഞ്ചിനെ പ്രിവെന്റ് ചെയ്യും. സാഞ്ചിക്കാണെങ്കിൽ ആ കോട്ടിന്റെ പവർ അത് കുറച്ച് ഇഷ്ടമാവും. അവൻ അങ്ങനെ എയറിലേക്ക് ഫ്ലൈ ചെയ്തു പോവും. തൊട്ടു പിന്നാലെ ആ ദിനോസറും പോവും. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും നമ്മുടെ സാഞ്ചി ആണെങ്കിൽ നൈസായിട്ട് അങ്ങനെ ഡിസപ്പിയർ ആവുകയാണ്. ആ വില്ലനാണെങ്കിൽ ചുറ്റും നോക്കി അങ്ങനെ ശശിയായിട്ട് നിൽക്കും. ലോയ്ക്കാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. അത് ഇൻവിസിബിൾ സ്യൂട്ടാണ്. അത് തീർച്ചയായിട്ടും ജർമ്മ 66ന്റെ തന്നെയാണ്. മാത്രമേ എങ്ങനെ ഒരു സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ആകാംക്ഷയോട് കൂടെ നോക്കും. സാഞ്ചി ആണെങ്കിൽ ഇൻവിസിബിളായി മാറി മാറി അവനെ അറഞ്ച അട്ടിക്കും. സാഞ്ചിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. കാരണം ചെറുപ്പം മുതലേ അവൻ ഇൻവിസിബിൾ ആവണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയതാണ്. ആ ഇൻവിസിബിൾ ആവുന്ന ഡെവിൾ ഫ്രൂട്ട് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്സരം കൈക്കലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അപ്സരത്തിനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു. ഒടുവിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചെങ്കിലും അവന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷത്തിൽ നമ്മുടെ സാഞ്ചി അവൻ നിർത്താതെ ഫൈറ്റ് ചെയ്യും. അടി കിട്ടിയ ആ ഡൈനോസർ വില്ലൻ അവനങ്ങനെ വീണ് കിടക്കുകയാണ്. അതിനുശേഷം അവൻ പതിയെ എഴുന്നേക്കും. എന്നിട്ട് ആദ്യം തന്നെ അവന്റെ സൈസ് അതൊരൽപ്പം കുറയ്ക്കുകയാണ്. അതിനുശേഷം സാഞ്ചിയോട് ചോദിക്കും, സത്യം പറയ്, നീ ശരിക്കും ആരാ? ഇത്രയും പവറുള്ള ഒരാളുമായിട്ട് ഇതിനു മുൻപ് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. നീ ന്യൂഡിൽസ് വിൽപ്പനക്കാരനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? നീ ഒരു വലിയ ശക്തിയാണ്. അവനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ സാഞ്ചിയോട് ചോദിക്കും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ ഹായിയായി ശബ്ദമായിട്ട് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കും. യാതൊരു ഉത്തരവും അവന്റെ ചോദ്യങ്ങൾക്ക് അവൻ കൊടുക്കില്ല. അതിനാ വില്ലനാണെങ്കിൽ ടെൻഷനാവും. സത്യം പറയും, നീ ആരാണ്? എനിക്കറിയണം നീ ആരാണെന്ന്. അതിന് സാഞ്ചി ആണെങ്കിൽ അവനെ നോക്കി കോക്കുരയൊക്കെ കാണിച്ച് വീണ്ടും വില്ലനെ ഫൈറ്റിന് ക്ഷണിക്കുകയാണ്. അവനാണെങ്കിൽ ഇത്തവണ വമ്പൻ ആക്ഷനും ചില പ്രയോഗങ്ങളൊക്കെ നടത്തി ഇപ്പൊ സാഞ്ചിക്ക് നേരെ വന്ന് അവന്റെ വാലുകൊണ്ട് സാഞ്ചി അട്ടിക്കാൻ ശ്രമിക്കും. വാൽ അവന്റെ ക്ലോസ് തന്നെ താമസം അങ്ങനെ ഇൻവിസിബിളായി അവിടുന്ന് തെന്നി മാറുകയാണ്.
ഉസോപ്പാണെങ്കിൽ ജർമിയ 66 എന്ന് വിളിച്ചു പറയും. അത് കേൾക്കേണ്ട താമസം സാഞ്ചി ടെൻഷനായി അവന്റെ അടുത്തേക്ക് വരും. ഓ നോ, നിന്നോട് ഞാൻ തവണ പറഞ്ഞു എന്നെ ജർമിയ 66 എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. ഞാനിപ്പം മുതൽ നൂഡിൽസ് മാനാണ്, എന്നെ അങ്ങനെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി ആളാണെങ്കിൽ എന്തൊക്കെയോ സ്വപ്നമൊക്കെ കണ്ട് ആ സെല്ലിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അപ്പോഴാണെങ്കിൽ കടപുടാന്ന് ഒരു ശബ്ദം കേട്ട് നമ്മുടെ ചക്കൻ ചാടി എഴുന്നേക്കാണ്. അവൻ ചുറ്റും നോക്കും, ഇങ്ങനെയൊരു ശബ്ദം അതെവിടുന്നാ? ലൂഫി അങ്ങനെ കാര്യമായിട്ട് കാതോർക്കുമ്പോഴായിരിക്കും ആ ശബ്ദം വരുന്നത് അവൻ്റെ വയറ്റിൽ നിന്നാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇപ്പൊ നല്ല വിശപ്പുണ്ട്. അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 2 ഡംപ്ലിങ്സ് അത് അവനാണെങ്കിൽ എടുത്ത് കഴിക്കും. അതിനുശേഷം അടുത്തുള്ള യൂസ്ട്രസ് കിഡിന്റെ സെല്ലിന്റെ അടുത്തേക്ക് വരും. യൂസ്ട്രസ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, നിന്റെ കയ്യിൽ ഇനി ഡംപ്ലിങ്സ് ഉണ്ടോ എന്ന് അവൻ വിളിച്ചു ചോദിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ കട്ട് ചെയ്ത് നമ്മുടെ റോബിനെ കാണിക്കും. റോബിനാണെങ്കിൽ വളരെ വിദഗ്ധമായി ആ ഒറോച്ചി കാസ്റ്റിലിന്റെ അകത്തേക്ക് കടന്നുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഒറോച്ചിയും ടീമും ആണെങ്കിൽ ഡാൻസും പാട്ടും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ആയി വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അട്ടിച്ചു പൊളിക്കും. അതേസമയം റോബിൻ, അവളാണെങ്കിൽ എന്തെങ്കിലും അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് അവിടുന്ന് കണ്ടെത്താൻ പറ്റുമോ ശ്രമിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒറ്റപ്പെട്ടു പോയ ഒരു ഐലാൻഡാണിത്. അവൾക്ക് ഇഷ്ടപ്പെട്ട പോണോഗ്ലിഫ് പോലുള്ള എന്തെങ്കിലും റയർ ആയിട്ടുള്ള സാധനങ്ങൾ അവിടുന്ന് കിട്ടാതിരിക്കില്ല. സോ അവളാണെങ്കിൽ അങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആരോ ഒരാള് ഇപ്പൊ റോബിന്റെ മുൻപിലേക്ക് വരും. റോബിനാണെങ്കിൽ അവനെ കണ്ട് ഞെട്ടുകയാണ്. അവള് ചുറ്റും നോക്കും. ഒരാളല്ല, ഒരു കൂട്ടൻ നിഞ്ചാസ് അവളെ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവരെല്ലാവരും ഒറോച്ചിയുടെ ഗാർഡ്സ് ആണ്. ഇവിടെ ഒറോച്ചി ആണെങ്കിൽ ആ കാര്യങ്ങളൊന്നും അറിയാതെ വിശ്വസുന്ദരിയോട് പാട്ടുപാടാനും മ്യൂസിക് ഒക്കെ വായിക്കാനും പറഞ്ഞ് അതൊക്കെ കേട്ട് എൻജോയ് ചെയ്യും. ഇവിടെ ആ നിഞ്ച കൂട്ടത്തിന്റെ തലവൻ അവനാണെങ്കിൽ ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് വരും. നീ എന്താ ഇവിടെ? എന്തിനു വേണ്ടി നീ ഇവിടേക്ക് വന്നു? നിനക്ക് ഒരേ ഒരു ചാൻസ് ഞാൻ തരും. പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് നിന്നെ തല്ലിക്കൊല്ലും. റോബിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ആ വില്ലൻ ഇപ്പോ അത്രയും നേരം നന്നായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാഞ്ചിയെ പിടിച്ചു വലിച്ച് നിലത്താഞ്ഞടിക്കുകയാണ്. ആക്ച്വലി അവൻ ആൻഷ്യൻ ഡെവിൾ ഫ്രൂട്ട് ആണ് കഴിച്ചിട്ടുള്ളത്. അതിന്റെ പവർ അത് വേറെ ലെവലാണെന്ന് ഇപ്പൊ ട്രഫാൽഗർ ലോ പറയും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ആ കോട്ട് ഇട്ടതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റില്ല. ഉസോപ്പും ഫ്രാങ്കിയും ലോയും അവർ 3 പേരും ഇപ്പൊ ABC ടൗണ് അത് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങും. സാഞ്ചി ആണെങ്കിൽ അവനെ തല്ലിക്കൊന്ന് അവരുടെ പിന്നാലെ പോവാനായിട്ട് ഇപ്പൊ ആ വില്ലനെ അച്ചറം പൊച്ചറം അടിക്കും. സാഞ്ചി നല്ല ഫോഴ്സിൽ ഇപ്പൊ മുകളിലേക്ക് പറന്നുപോയി അവന്റെ സ്യൂട്ടിന്റെയും അവന്റെയും പവർ കമ്പൈൻ ചെയ്ത് ആ വില്ലനെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ വില്ലൻ തകർന്ന് താഴെ വീഴും. പക്ഷെ അപ്പോഴും അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ആ വില്ലനാണെങ്കിൽ പതി എഴുന്നേറ്റ്, നീ എവിടെ പോയി? നീ പേടിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ആ പുതിയ സ്യൂട്ടില് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.